രോഹിതേട്ടാ, മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറാൻ പോകുകയാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരുമെന്ന് മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും UDFിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളും എല്ലാം പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? അത് VD സതീശന് കുറച്ച് പണം പിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനാണെന്ന് പറയുന്ന ചിലർ ഇവിടെ ഉണ്ട്. ശരിക്കും അങ്ങനെയാണോ? VD സതീശന് എന്നുള്ളതല്ല, യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുന്നു. അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ പേരിൽ മാർക്കറ്റിൽ നിന്ന് വലിയ തോതിൽ പണം പിരിക്കാൻ സാധിക്കുമെന്നാണ് ചില ചാനൽ മുതലാളിമാർ ചർച്ചയിൽ പറയുന്നതും ചില രാഷ്ട്രീയ നേതാക്കന്മാർ അത് ഏറ്റുപിടിക്കുന്നതും. അപ്പൊ ഇവരത് കൃത്യമായിട്ട് ഇത് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവര് പോയ കാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ പിരിച്ചിട്ടുള്ളവരായിരിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോകണം. അപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ LDF ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് LDF അധികാരത്തിലേക്ക് എത്തുന്ന കോർപ്പറേഷനുകളിലും പഞ്ചായത്തിലും ഒക്കെ പാർട്ടി ലോക്കൽ ഘടകം ഞങ്ങൾ അധികാരത്തിലേക്ക് എത്താൻ പോവുകയാണെന്ന രീതിയിൽ കീലേരി അച്ചുമാരായി മാറി എത്രമാത്രം ഗുണ്ടാപ്പിരിവുകൾ നടത്തിയിട്ടുണ്ട് എന്ന ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട്. എന്തായാലും ഇന്നലെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് 75ഓളം സീറ്റുകൾ നേടി പിണറായി വിജയന്റെ സർക്കാർ 3.0 വരും എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവും രാജ്യസഭാ എംപിയുമായ റഹീം ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ VD സതീശന്റെ വനവാസം അപക്വമായ പ്രഖ്യാപനമാണ്, അധികാരത്തിലെത്തിയാൽ ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന്. അപ്പോ റഹീം പോലും മനസ്സുകൊണ്ട് ഇപ്പോഴേ കാത്തിരിക്കുകയാണ് UDF ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ. അപ്പോ UDF അധികാരത്തിലെത്തുന്ന കാര്യത്തിൽ റഹീമിക്കൊക്കെ സംശയമില്ലാത്തതുപോലെ വിരൽത്തുമ്പുകളിൽ മഷി പുരട്ടിയ കേരളത്തിലെ വോട്ടർമാർക്ക് ആർക്കും സംശയമില്ല കേരളത്തിൽ ഈ പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ പോവുകയാണ്, UDFന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരാൻ പോകുന്നു എന്ന്. പിന്നെ ഇവരടിച്ച് അഴിച്ചുവിടുന്ന അടുത്ത ആക്ഷേപം എന്താണ്? കേരളത്തിലെ UDF അധികാരത്തിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രിയാകുന്നതിനെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോഴേ പിടിവലി ആരംഭിച്ചിരിക്കുന്നു. ഇന്നിപ്പോ പുറത്തു വന്ന വാർത്ത KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി ഇമെയിൽ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു മറ്റൊരു വിഭാഗം എന്ന തരത്തിലൊരു വാർത്ത കൂടി വരുന്നുണ്ട്. KC വേണുഗോപാൽ എവിടെയും മുഖ്യമന്ത്രിയാകുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞിട്ടില്ല. മാധ്യമ സൃഷ്ടിയാണ്. മാധ്യമങ്ങൾ മൈക്കുമായി മുഹമ്മദ് ഷിയാസിന്റെ അടുത്ത് ചെല്ലുന്നു. മുഹമ്മദ് ഷിയാസിനോട് ചോദിക്കുന്നു, മുഖ്യമന്ത്രി ആരാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അദ്ദേഹം സ്വാഭാവികമായും എറണാകുളത്തിന്റെ DCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം പറയുന്നു. മാത്രമല്ല മുഹമ്മദ് ഷിയാസ് VD സതീശന്റെ സ്വന്തം ആളാണ്, സഹോദരനെ പോലെയാണ് എന്നുള്ളത് അറിയാത്തവരായിട്ട് ആരുമില്ല. VD സതീശൻ തന്നെ മുഹമ്മദ് ഷിയാസിന്റെ ക്യാമ്പയിനെ പറ്റി പറഞ്ഞത് എന്താണ്? മുഹമ്മദ് ഷിയാസിനെ പോലെ ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ഒരു DCC അധ്യക്ഷന്റെ മത്സരിക്കുമ്പോൾ അവിടെ പ്രചരണത്തിൽ പിന്നോട്ട് പോയി പറയാൻ തന്നെ നാണോ ഇല്ലേ എന്നാണ് VD സതീശൻ ചോദിച്ചത്. മുഹമ്മദ് ഷിയാസ് മത്സരിക്കാൻ പോയത് 27,000 വോട്ടിന് ഇടതുപക്ഷം ജയിച്ച മണ്ഡലത്തിലേക്കാണ് DCC അധ്യക്ഷൻ മത്സരിക്കാൻ പോയത് എന്ന് കൂടി ഓർക്കണമായിരുന്നു എന്നൊക്കെ സതീശൻ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് മുഹമ്മദ് ഷിയാസ് VD സതീശന്റെ പേര് ഡയറക്റ്റ് പറയാതെ എറണാകുളത്ത് നിന്നുള്ള ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്, എറണാകുളത്തിന്റെ DCC അധ്യക്ഷൻ അങ്ങനെ പറയുന്നതിനകത്ത് എന്താണ് തെറ്റ്? പണ്ട് ഹൈബിയുടെ എറണാകുളം തലസ്ഥാനമാക്കണമെന്ന് പറഞ്ഞ പോലെയാണ്. ഇത് കേട്ടതിന് ശേഷം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന ലിജുവിനോട് അതേ ചാനലുകാർ മൈക്കുമായി ചെന്ന് ചോദിക്കുകയാണ്, മുഹമ്മദ് ഷിയാസ് പറഞ്ഞല്ലോ എറണാകുളത്ത് നിന്ന് വേണം മുഖ്യമന്ത്രി എന്ന് ലിജുവിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും, പാർട്ടിയിൽ അങ്ങനെ ഒരു തീരുമാനമില്ല എന്ന് ലിജു അതിന് മറുപടി കൊടുക്കുന്നു. എന്നിട്ട് പോയിരിക്കുന്നു PJ കുര്യനോട് ചോദിക്കാൻ. കിട്ടിയ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. PJ കുര്യൻ ഇവിടെ ഈ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യാതൊരു ഇടവുമില്ല. പുള്ളി പിന്നെ രാവിലെ വെള്ളയിട്ട് വേദികളിലൊക്കെ പോയിരിക്കുന്നുള്ളൂ. പണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യത്തിന് കൊടുത്തു വിട്ടതാണ്. PJ കുര്യനോട് എന്ന് ചോദിക്കുന്നു. അപ്പൊ PJ കുര്യൻ പറയുന്നു, PJ കുര്യൻ ഒരിക്കൽ ചെന്നിത്തലയെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ചെന്നിത്തലയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു രമേശ് ജി മുഖ്യമന്ത്രി ആകണം. PJ കുര്യൻ പറഞ്ഞു അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും, ആരും അഭിപ്രായം പറയട്ടെ. ഇതിനെ വലിച്ചു കീറി ഒട്ടിച്ച് കാർഡടിച്ച് വാർത്തയാക്കി മുഖ്യമന്ത്രി VD സതീശൻ ആകണമെന്ന് ഷിയാസ് പറയുന്നു, അത് വേണ്ട എന്ന് ലിജു പറയുന്നു എന്ന തരത്തിലൊക്കെ വാർത്ത കൊടുക്കുകയാണ്. ഇടതുപക്ഷത്തിലോ BJPയിലാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമോ മാപ്രകളെ എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ്സുകാർ ചോദിച്ചാൽ തെറ്റില്ല എന്നുള്ളതാണ്. എന്ത് ടൈപ്പ് ഓഫ് മാധ്യമ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് എന്ന് അറിയില്ല. അതായത് ഇവർ മുൻകൂട്ടി നിശ്ചയിക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുമായി ഇത്തരത്തിലുള്ള തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പോ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണമെന്നൊരു ആഗ്രഹം ഹൈക്കമാൻഡിനുണ്ടെങ്കിൽ, KC വേണുഗോപാലിന് മുഖ്യമന്ത്രി ആകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടതുപോലെ 5 മിനിറ്റ് കൊണ്ട് അതിൽ തീരുമാനമാകും. കാരണം KC വേണുഗോപാലിന് ഹൈക്കമാൻഡുമായുള്ള ബന്ധം ഇന്ന് മറ്റൊരു നേതാവിനും കേരളത്തിൽ നിന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അതിനും അപ്പുറത്തേക്ക് ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ
ഉം. ഘടകകക്ഷികൾക്ക് പോയതിനു ശേഷം കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ പേരും അദ്ദേഹത്തിന്റെ പക്ഷക്കാരാണെന്നേ. ഈ മേഘനന്ദ സ്റ്റോറി ചെയ്തതാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി പരവൂരിൽ മത്സരിക്കാൻ പോകുന്നു, സണ്ണി ജോസഫ് ഉം. പേരാവൂരിൽ മത്സരിക്കുന്നു, രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ ഇലക്ഷനെ നിയന്ത്രിച്ചത്, ഇലക്ഷനെ നയിച്ചത്, അതിന്റെ ഫണ്ട് മാനേജ് ചെയ്തതൊക്കെ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണെന്നേ. ആ കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി ആകണമെങ്കിൽ പൊന്നെ പോലെ മുഖ്യമന്ത്രിയാക്കാൻ നിമിഷങ്ങൾ മതി ആ തീരുമാനമെടുക്കാൻ. രമേശ് ചെന്നിത്തലയോ വി ഡി സതീശോ അവരുടെയൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്, അവർക്ക് അർഹരാണ്, മുഖ്യമന്ത്രിമാരാകാൻ ഇവരെല്ലാവരും അർഹരാണ് എന്നുള്ളതാണ്. ഇത് തിരിച്ച് അതെ. നമ്മുടെ നമ്മുടെ മുന്നിൽ ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും പറയുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം. കർണാടകയിലെ അവസ്ഥ നമുക്ക് അറിഞ്ഞൂടെ? കർണാടകയിൽ ഈ മോദി അമിത് ഷാ ഇരട്ട എഞ്ചിൻ പിടിപ്പിച്ച കേന്ദ്ര സർക്കാർ നേരിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ടും അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നെഞ്ചു വിരിച്ച് മുന്നിൽ നിന്ന് പണത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ രാഷ്ട്രീയത്തിന് മുന്നിൽ ജനാധിപത്യത്തിന് വലിയ വിലയുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത് കർണാടക തിരിച്ചു പിടിച്ചിട്ട് ഈ ഡി കെ ശിവകുമാറിന് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് ഹൈക്കമാൻഡുമായി. കോൺഗ്രസ് ഉം. എന്നൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധിയിലായിട്ടുണ്ടോ അവിടെയൊക്കെ ഓപ്പറേഷൻ താമരയുമായി വന്ന ബി ജെ പി മുട്ടുമടക്കിയിട്ടുള്ളത് ഈ ഡി കെ ശിവകുമാർ, കെ സി വേണുഗോപാൽ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ വന്ന ഒരു പരിപാടി, ജോയിന്റ് ഓപ്പറേഷനുകളിലൊക്കെയാണ് അവിടെയൊക്കെ തീരുമാനമായിട്ടുള്ളത്. അത്രയും ഉം. ഹൈക്കമാൻഡിന് പ്രിയങ്കരനായിരുന്ന ഡി കെ ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായോ? ആയില്ല. ഹൈക്കമാൻഡ് പറഞ്ഞത് സിദ്ധരാമയ്യ ആകട്ടെ എന്നാണ് പറഞ്ഞത്. സീനിയോറിറ്റിയാണ് അവിടെ ഉം. എന്താണ് അവര് കണക്കിലെടുത്തത്. ഇതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വലിയ രീതിയിൽ ക്യാമ്പയിൻ നയിച്ചു. അതിനു മുമ്പ് 5 വർഷക്കാലങ്ങളിൽ രമേശ് ചെന്നിത്തല നയിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന നിർബന്ധമൊന്നുമില്ല. അതിനേക്കാൾ സീനിയർ നേതാവ് രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് രമേശ് ചെന്നിത്തല ആകട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഈ പറയപ്പെടുന്ന കെ സി വേണുഗോപാലും ഈ പറയപ്പെടുന്ന വി ഡി സതീശനും അതിനെതിരായിട്ടൊരു അഭിപ്രായം പറയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റും എല്ലാവർക്കും അറിയേണ്ടത്, ഇപ്പോൾ ഇടതുപക്ഷ സൈബർ ഇടങ്ങൾക്കാണെങ്കിൽ പോലും അറിയേണ്ടത് ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇപ്പൊ ചേട്ടനെ നേരത്തെ പരാമർശിച്ചിരുന്നു 5 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ എന്ന്. കഴിഞ്ഞ ദിവസം പി സി വിഷ്ണുനാഥാണ് ഈ പരാമർശം നടത്തിയത്. 5 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാൻ കഴിയും മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാണ് ശരിയാണ്, 1 മിനിറ്റ് കൊണ്ട് 100 വീട് വയ്ക്കാൻ പറ്റുന്ന വി ഡി സതീശന് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വി ഡി സതീശനും കൂട്ടർക്കും പറ്റും എന്നുള്ള കാര്യം. ഇതും ഈ പറഞ്ഞ ആക്ഷേപങ്ങളുടെ കൂട്ടത്തിലല്ലേ? നോക്കൂ, ഞാൻ ഇപ്പൊ പി സി വിശ്വനാഥ് എ ഗ്രൂപ്പിനെ പ്രതിദാനം ചെയ്യുന്ന ആളാണ്. ഇപ്പൊ രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പിനെ പ്രതിദാനം ചെയ്യുന്ന ആളാണ്. കെ സി വേണുഗോപാലിന്റെ ഒരു വരവോടുകൂടി ഇവിടെ ഗ്രൂപ്പ് സംവിധാനങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ലാതെ പോയി. എ ഗ്രൂപ്പിന്റെ മുഴുവൻ പിന്തുണയും കെ സി വേണുഗോപാലിന് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് തന്നെ. ചാണ്ടി ഉമ്മനായാലും ഈ പറയപ്പെടുന്ന പി സി വിശ്വനാഥ് ആയാലും ഒക്കെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പകുതിയോളം ഷാഫി പറമ്പിലും ഒക്കെ കെ സി വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാ. അതൊന്നും മറന്നു പോലും. പിന്നെ 1 മിനിറ്റ് കൊണ്ടും 100 ദിവസം കൊണ്ടും 2 വർഷം കൊണ്ടും വീട് വെച്ച കഥയൊന്നും പറയാനിരിക്കുന്ന ആള് വേണം. വീട് വെച്ച് കൊടുക്കാമെന്നേ പറഞ്ഞുള്ളൂ. വസ്തു മേടിച്ച് വീട് വെച്ച് കൊടുക്കാമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. വസ്തു കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരുന്നു. സർക്കാർ സംവിധാനങ്ങളിൽ ഒരുക്കി എന്ന് പറയുന്ന 270 വീടുകളുടെ അവസ്ഥ പൂർണ്ണമായി താക്കോല് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. താമസിക്കാൻ പറ്റിയിട്ടുണ്ടോ? 720 കോടി രൂപ പിരിച്ചു കൊടുത്തതല്ലേ ഈ ജനം. അല്ലാതെ അവര് സംഘടന കഷ്ടപ്പെടില്ല. ഡിവൈഎഫ്ഐക്കാരനും ആർ എസ് എസ്കാരനും കോൺഗ്രസ്സുകാരനും മുസ്ലിം ലീഗുകാരനും ഒക്കെ കൂടെ കൊണ്ടല്ലേ. സർക്കാർ കയ്യിലിരുന്നിട്ട് ഈ പറയപ്പെടുന്ന റവന്യൂ വിഷയങ്ങളും ഫോറസ്റ്റ് വിഷയങ്ങളും ഒക്കെ തീർത്ത് ഈ 2 കൊല്ലം അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു സർക്കാരിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ സംഘടനയ്ക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാകും. അവർ വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീട് വെച്ച് കൊടുക്കാൻ അവർ വീട് വെച്ച് കൊടുക്കുകയും ചെയ്യും. ഇത് താമസിക്കുന്ന സാധാരണക്കാർക്കാണ്. കോൺഗ്രസ്സുകാരനായാലും സർക്കാരായാലും ഏതൊരു സംഘടനയായാലും ഇതൊക്കെ ചെയ്തു കഴിയുമ്പോ ഈ കോൺഗ്രസ് പിരിച്ച പൈസ അങ്ങ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അതുകൂടി മറ്റു രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഇവരൊക്കെ സ്വപ്നം കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മുഴുവിപ്പിച്ചില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ വി ഡി സതീശനും അർഹനാണ്. വി ഡി സതീശൻ മാത്രമല്ല, ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ചു വരുന്ന ഏതൊരു ജനപ്രതിനിധിയും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണെന്നേ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നതാണ് ഇവരെയൊക്കെ. കെ മുരളീധരൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലേ ജയിച്ചു വന്നാൽ? എന്തിനാ പറയുന്നത് അങ്ങനെ അങ്ങനെ? അപ്പൊ ഇത് കോൺഗ്രസ് ആണ്, ജനാധിപത്യ കോൺഗ്രസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കാം? അല്ലാതെ ജയിച്ചാൽ ഞാനാണ് മുഖ്യമന്ത്രി, തോറ്റാൽ പ്രതിപക്ഷ നേതാവിനെ നീയൊക്കെ കണ്ടുപിടിച്ചോ. ഇപ്പൊ പ്രതിപക്ഷ നേതാവാക്കാൻ മത്സരിപ്പിച്ച ഒരാളാണ് പി രാജീവ്, എം പി രാജേഷ്. ഇവരൊക്കെ ജയിച്ചു വരുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അവരുടെ റിപ്പോർട്ടിൽ കളമശ്ശേരിയിൽ തോൽവി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതെ, അപ്പോ കളമശ്ശേരിയിൽ തോൽവി ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവാക്കാൻ പറ്റുന്ന താത്വികാചാരനാ പാർട്ടി സെക്രട്ടറിയിലേക്ക് പോകേണ്ടി വരും.
ആ പാർട്ടി സെക്രട്ടറിയിലേക്ക് പോകുമ്പോ സ്വന്തം പഞ്ചായത്തിൽ പോലും പിന്നിലേക്ക് പോയി, സ്വന്തം വാർഡിൽ പോലും പിന്നിലേക്ക് പോയി, ഒരു 5 വർഷത്തിനിടയിൽ 2 തവണ തോറ്റൊരു നേതാവ് പാർട്ടി സെക്രട്ടറി സ്വപ്നം കണ്ടിരിപ്പുണ്ട്. ഇയാൾ തോറ്റ അയാൾക്കാണ് പണിയാവാൻ പോകുന്നത്. നമുക്ക് നിന്നെടുത്തെല്ലാം ജയിച്ചിട്ടുള്ള, നിന്നെടുത്തിട്ടെല്ലാം തരംഗം തീർത്തിട്ടുള്ള, ചെന്ന് നിന്ന മണ്ണിലെല്ലാം ഓണം തീർത്തിട്ടുള്ള ഒരു മനുഷ്യൻ ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് പോകുമ്പോൾ അയാൾക്ക് ചെക്ക് വെക്കാൻ ഒരു വട്ടം മാത്രം ജയിക്കുകയും പിന്നെ നിന്ന് 2 5 വർഷക്കാലത്തിനിടയിൽ 2 വട്ടം തോറ്റ, സ്വന്തം വാർഡിൽ പോലും പിന്നിൽ പോയ ഒരാളാണ് ഒരു ചെക്ക് വെക്കാൻ പോകുന്നത്. എന്താണ് ഈ പാർട്ടി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി കുറെ എന്തൊക്കെയോ വായിച്ചു പഠിച്ച് എന്തൊക്കെയോ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ പറയുമ്പോ ഇത് കേട്ട് ഇംഗ്ലാമ് വിളിക്കുന്ന പാർട്ടിക്കാരുണ്ടാവും, പാർട്ടി സഖാക്കന്മാരുണ്ടാവും. ഇപ്പുറത്തോ അതില്ലെന്നേ, അത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എം പി രാജേഷ് തൃത്താല വി ടി ബൽറാം ജയിക്കുന്ന വി ടി ബൽറാമിന്റെ ക്യാമ്പ് കോൺഗ്രസും കൃത്യമായി പറയുമ്പോ ഇത് പാഠമാണ്. ഈ വീണാജ് ഒരു 7,000 വോട്ടിന് ജയിക്കുമെന്നാണ് CPM-ന്റെ വിലയിരുത്തല്. അങ്ങനെ ഒരു വിലയിരുത്തൽ പുറത്തു വിട്ടില്ലെങ്കിൽ ഈ പത്തനംതിട്ട അടപടലം പിടിക്കുമെന്ന വി ഡി സതീശന്റെ ന്യായത്തിനൊപ്പം നിൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. വലിയ വിപ്ലവമാണ് സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 5 മുതൽ 8 സീറ്റുകൾ വരെ, കൊല്ലത്ത് 7 മുതൽ 9 സീറ്റുകൾ വരെ, ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം, പത്തനംതിട്ടയിൽ 95% സീറ്റുകളും പിടിച്ചെടുക്കുന്ന സാഹചര്യം. ഒരു സീറ്റ് മാത്രം ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ആർക്കും സംശയം ഏതും വേണ്ട. വി ഡി സതീശൻ പറഞ്ഞല്ലോ, എന്തോ 12ഓളം മന്ത്രിമാർ തോൽക്കുമെന്ന്. തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് മന്ത്രിയില്ല, ദൈവം സഹായിച്ച്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള 3 മന്ത്രിമാരിൽ 2 പേരിൽ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റേത് ഒരെണ്ണം സംശയത്തിൽ നിലനിൽക്കുന്നത് മന്ത്രിയുടെ ഗുണം കൊണ്ടൊന്നും അല്ല, അവിടെ UDF സംവിധാനത്തിൽ ഉണ്ടായ പാകപ്പിഴവുകൾ കൊണ്ടാണ്. അപ്പോ ഇവൻ ബാലികേറാമല എന്ന് പറയുന്ന എല്ലാ മലകളും ഇത്തവണ UDF ചോട്ടി കയറും. UDF മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്യും. വിശേഷം എന്ന് പറഞ്ഞതിന്റെ തൊട്ട് 5 മിനിറ്റിൽ പറ്റിയില്ലെങ്കിലും 5 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി അവർ കണ്ടെത്തും. അതൊരു കരുത്തനായ മുഖ്യമന്ത്രി ആയിരിക്കും, ഇവിടെ ഭരിക്കുകയും ചെയ്യും.